കൊടൈക്കനാൽ ട്രിപ്പ് പാർട്ട് 4. കൊടൈക്കനാൽ വരുമ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോയി ആ ഒരു തിക്കിലും തിരക്കിലും പെട്ട് നമ്മുടെ വൈബ് ഒന്നും കളയണ്ട, ഇതുപോലുള്ളൊരു റിമോട്ട് ഏരിയയിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈവസിയും കിട്ടും, കാര്യമായിട്ട് കൊടൈക്കനാൽ എൻജോയ് ചെയ്യാനും പറ്റും. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു സ്പോട്ടാണിത്. പൂമ്പാറ വില്ലേജിനും പൂണ്ടിക്കും നടുക്കായിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണിത്. ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളെല്ലാം എടുത്തിട്ടാണ് മേളിലേക്ക് കയറിയത്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ കട്ടൻ കാപ്പിയാണ് വെച്ചത്. പിന്നെ ഇവിടെ വന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ബണ്ണും മുട്ടയെല്ലാം വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഒരു തട്ടിക്കൂട്ട് ബർഗറാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബൺ മുറിച്ചു, ബട്ടർ ഇട്ടിട്ട് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തിട്ടു. അപ്പോൾ ബണ്ണ് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടോ. ഇവിടെ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് അറ്റത്തേക്ക് നോക്കുമ്പോൾ ആ പൂമ്പാറ വില്ലേജിൻ്റെ ഭംഗിയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല കാറ്റും ചെറിയ കോടമഴയും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ടേ തോന്നിയേയില്ല. കാര്യം ഇതെല്ലാം ആസ്വദിച്ച് ഈ ഒരു കുക്കിംഗ് എൻജോയ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വൈബ് തന്നെയായിരുന്നു. എല്ലാവരും ആ ഒരു ത്രില്ലിൽ തന്നെയായിരുന്നു. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ നമുക്ക് സ്ട്രെസ്, ടെൻഷൻ, ഡിപ്രഷൻ ഇതെല്ലാം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ യാത്രകളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ചില ആൾക്കാരുടെ ഒപ്പീനിയൻ ഇങ്ങനെയാണ്, യാത്രയോ അതൊക്കെ അധിക ചിലവല്ലേ, എന്തിനാ വെറുതെ കാശ് ചിലവാക്കുന്നേ? പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള കാശ് എത്രയാണോ അത് വെച്ച് നിങ്ങൾക്ക് പോകാവുന്നതേ ഉള്ളൂ. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. എത്രയോ തവണ കൊടൈക്കനാലിൽ വന്നിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം ഞങ്ങൾക്കൊരു പുതിയൊരു അനുഭവമാണ്. ഓൾ താങ്ക്സ് ടു വൈദേവൻ ആർഷ. കാര്യം അവരാണ് ഒട്ടുമിക്ക കാര്യങ്ങൾ അറേഞ്ച് ചെയ്തത്. ഈ ഒരു ലൈവ് കുക്കിംഗ് മോഡ് പിടിക്കാനാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഇവരുടെ പ്ലാൻ തന്നെയാണ് കേട്ടോ. വീട് അറേഞ്ച് ചെയ്തും എല്ലാം ഇവർ തന്നെയാണ്. അങ്ങനെ ഞങ്ങളുടെ കുക്കിങ്ങും ഫുഡ് അടിയും ഡാൻസും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ നന്നായിട്ട് കൂടി. കുട പിടിച്ച് കുറച്ച് നേരം നിന്ന് നോക്കിയെങ്കിലും ഒന്നും കൂടി ശക്തിയായിട്ട് പെയ്യാനും കാറ്റും എല്ലാം വന്നതോടുകൂടി ഞങ്ങൾ പിന്നെ അതെല്ലാം പാക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി. നിങ്ങൾക്കും ഇതുപോലത്തെ യാത്രാ അനുഭവങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോസ്.